സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പെടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ അതിൻ്റെ ദൈവം എന്നറിയുവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കിയും നാം ദൈവത്തിലുള്ളവർ ആകുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടുകൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധ ദിവസം കൂടെ അവിടെ ദാനമായി തന്ന അവിടുത്തെ വലിയ സ്നേഹത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളിന്ന് ദൈവമേ തിരുവാലയത്തിലും ഭവനങ്ങളിലുമൊക്കെ ആയിരുന്നു അങ്ങയെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപ അവിടുന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഭവനങ്ങളിലായിരുന്നു ഈ ആരാധനയിലൂടെ സ്തുതിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ആവശ്യമായിരിക്കും ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ. രോഗഭീതിയിൽ നിന്നും കർത്താവെ ഞങ്ങളെ അവിടുന്ന് അത്ഭുതകരമായിട്ട് വിടുവിക്കണമേ. ഈ ദേശത്തെ അവിടുത്തെ കൃപയിൽ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ എല്ലാ മഹത്വവും അവിടുന്ന് സ്വീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായും നമ്മുടെ ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 6-ാമത്തെ പാട്ട് പാടാം. 6-ാമത്തെ പാട്ട് നമുക്ക് പാടാം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്തുതിലിത്താനികൾ 3-ാം ഭാഗം, ആരാധനക്രമത്തിൽ 5-ാമത്തെ പുറം. സ്തുതിലിത്താനികൾ 3-ാം ഭാഗം, ആരാധനക്രമത്തിൽ 5-ാമത്തെ പുറം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവെ, അങ്ങയ്ക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സൃഷ്ടാവെ, അങ്ങേക്ക് സ്തുതിയും. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറക്കാതെ താഴ്മയും അനുതാപവും അനുസരണ ഹൃദയത്തോടെ ഏറ്റുപറയാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ മുട്ടുകളെ മടക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇസ്രായേല്, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവിടത്തോട് സകല അകൃത്യവും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറയുവിൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുദപിക്കുവാനും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവ് നൽകുന്ന നന്മ അനുഭവിപ്പാനും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു അവസരം കൂടെ നൽകുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. വാക്കിലും വിചാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ കുറവുകളെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടായി എൻ്റെ എല്ലാ കുറവുകളെയും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അനുതാപ പ്രാർത്ഥനയ്ക്കായും ആരാധനക്രമം 12-ാം ഭാഗത്തിലെ പ്രാർത്ഥന നമുക്ക് വിനയത്തോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പ്രതിവാക്യമായി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധിയും കൃപയും നിറഞ്ഞ ദൈവമേ, നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് തൻ്റെ രക്ഷ നൽകുന്നതിന് എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നതിനായുള്ളവേ, അടിയാന്റെ അഭയാചങ്ങൾ ചെവിക്കൊള്ളുവാൻ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട എല്ലാ തിന്മകളും പലവിധമായ അനുസരണക്കേടുകളും ഓർത്ത് ഞങ്ങൾ ഹൃദയം നിറങ്ങി സങ്കടപ്പെടുന്നു. നിർമ്മലവും രമ്യവുമായി ചിന്തിക്കുന്ന തടസ്സമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുന്ന ചിന്താകുലം, ഭയം, സംശയം, ആശങ്ക, പക എന്നീ ദോഷങ്ങളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. ഞങ്ങളുടെ ഹൃദയകാഠിന്യം, അഹങ്കാരം, ആത്മസംതൃപ്തി, ഞങ്ങൾ മനഃപൂർവ്വമായി ചെയ്തുപോയ അക്രമങ്ങൾ ഇവയിൽ നിന്ന് മോചനം നൽകണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രഹസ്യ പാപങ്ങൾക്കായും മനഃപൂർവ്വ കുറ്റങ്ങൾക്കായും ഞങ്ങൾ ക്ഷമായാചനം ചെയ്യുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഈർഷ്യയും കയ്പും നിറഞ്ഞ വാക്കുകളോർത്തും ഞങ്ങളുടെ പ്രേരണയിൽ സംഭവിച്ചിട്ടുള്ള ശണ്ഠകളോർത്തും മനുഷ്യരുടെ ഇടയിൽ സ്നേഹവും സമാധാനം ഉണ്ടാക്കുന്ന ലഭിച്ച നല്ല സന്ദർഭങ്ങൾ പാഴാക്കിയതോർത്തും ഞങ്ങൾ ദുഃഖിക്കുന്നു. മറ്റുള്ളവർ സഹിക്കുന്ന അന്യായങ്ങളും സങ്കടങ്ങളും കണ്ടിട്ട് അവയൽപ്പം പോലും ഗണ്യമാക്കാതെ ഞങ്ങൾക്ക് ലഭിച്ച നന്മകൾ മറ്റുള്ളവരുമായി പങ്കിടാതെ ഉപയോഗപ്പെടുത്തിയതോർത്തും ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ കാണിച്ച അമിതമായ താല്പര്യമോർത്തും സഹോദര സ്നേഹം കൂടാതെ ജീവിച്ചതോർത്തും ഞങ്ങൾ മഹാസങ്കടത്തോടു കൂടെ അങ്ങയെ സമീപിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എപ്പോഴും കരുണയുണ്ടാവുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകൾ ചെവിക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു എങ്കിലും അവിടുത്തെ മഹാകരുണ കൊണ്ട് അവയിൽ നിന്ന് ഞങ്ങൾ അഴിച്ചുവിടണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്നും യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നുള്ള അവസരവും പരിശുദ്ധാത്മാനുകൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന സകല നന്മകൾക്കായും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വിശുദ്ധ ആരാധനയ്ക്കായി നമുക്ക് ദൈവത്തോട് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആലയത്തിലെ കുടുംബാംഗങ്ങളോട് ഒരുമിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ഒരു അവസരം കൂടെ ദൈവം നൽകി. കർത്താവ് നമ്മെ പോറ്റിപ്പുലർത്തുന്ന
ദൈവത്തിൻ്റെ കൃപകളെ ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ അധരങ്ങൾ തുറന്ന് കർത്താവിൻ്റെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സ്തോത്ര പ്രാർത്ഥനയ്ക്കായും ആരാധനക്രമം 17-ാം വർദ്ധന പ്രാർത്ഥന സന്തോഷത്തോടെ സ്തോത്രത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നുവെന്ന് പ്രതിവാക്യമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ ഈ പ്രപഞ്ചം പകൽ രാത്രി വേനൽ മഴ വിത കൊയ്ത്ത് സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബസംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹിക ജീവിതത്തിലെ നിർമ്മല സന്തോഷം സ്നേഹം സഹതാപം എന്നിവയ്ക്കായും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ വിദ്യാഭ്യാസം സാഹിത്യം ശാസ്ത്രം കല സംസ്കാരം എന്നിവയ്ക്കായും സാമൂഹിക നീതിക്കും മർദ്ദിതരുടെ വിമോചനത്തിനും അവസരങ്ങളുടെ ഉദ്ധാരണത്തിനും വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ സാമൂഹിക പ്രവർത്തകർ നിയമനിർമ്മാതാക്കൾ ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായും ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ യുവതി യുവാക്കൾ വിദ്യാർത്ഥികൾ എന്നിവർക്കായും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയവയ്ക്കായും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾക്കായും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചും ഞങ്ങളെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്തിൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾ കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പാകെ പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നും 126-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 126 വാക്യപ്രതിവാക്യമായി വായിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് വായിക്കാം. യഹോവ സീയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇന്ന് വായിക്കുന്ന ലേഖനവേദ ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വചനങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വചനങ്ങൾ. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവനാരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തന് അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള ബർന്നബാസ് എന്ന് അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദീപകാരനായ യോസഫ് എന്ന ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇന്നത്തേക്കുള്ള ലേഖന വേദഭാഗം വായിച്ചും അവസാനിച്ചും. സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വചനങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള വചനങ്ങൾ.
അന്ന് തന്നെ അവർ രണ്ടുപേർ യെരൂശലേമിൽ നിന്നും 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുദാനം അടുത്ത് ചെന്ന് അവനോട് ചേർന്ന് നടന്നും അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചും അവർ വാടിയ മുഖത്തോടെ നിന്നും, ക്ലെയോപ്പാവ് എന്നു പേരുള്ളവൻ, യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാർ ദർശനം കണ്ടു എന്ന് പറഞ്ഞു ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്നും സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവിടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചും തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയും തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ച് പറഞ്ഞു. ഇന്നത്തേക്കുള്ള തിരുവചന വേദഭാഗങ്ങൾ വായിച്ചും അവസാനിച്ചും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം ആരാധനക്രമത്തിൽ 22-ാമത്തെ പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടും കുരിശിൽ തറയ്ക്കപ്പെട്ടും മരിച്ചു അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റും അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ അവിടെ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായും നമ്മുടെ മുട്ടുകളമടക്കം പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ഒരവസരം കൂടെ നൽകി. നമ്മുടെ ദേവാലയത്തിൽ ചുരുക്കം പേർക്കായിട്ട് വരാനും ഭവനങ്ങളിലായിരുന്നു കുടുംബമായി നമ്മുടെ ഭവനങ്ങളെ ദേവാലയമാക്കി മാറ്റിക്കൊണ്ട് കർത്താവിനെ സ്തുതിപ്പാനും ഈ ദിവസത്തിൽ ദൈവം നമ്മെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ കൃപകൾക്കായി സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ നടത്തുന്ന എല്ലാ വഴികളെയും ഓർമ്മിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. അതോടൊപ്പം ജീവിതത്തിൻ്റെ എല്ലാ ജീവിതാവശ്യങ്ങളെയും നമുക്ക് ഏറ്റവും വിനയത്തോടെ താഴ്മയോടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മെ ഭീതിപ്പെടുത്തുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിലും ഭയപ്പെടേണ്ട എന്ന് പറയുന്ന യേശുവിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാത്മാവിൻ്റെ പരിജ്ഞാനത്തിനായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. രോഗങ്ങളിലും പ്രയാസങ്ങളിലും
മനോഭാരങ്ങളിലുമായിരിക്കുന്ന എല്ലാവരുടെയും വിടുതലിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ പങ്കുചേരുന്നവരിലും വേദന അനുഭവിക്കുന്നവരുണ്ട്, കരയുന്നവരുണ്ട്. തങ്ങളുടെ ഭവനങ്ങളിലായിരുന്നു ക്ഷീണത്തോടെ ഭാരത്തോടെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരുണ്ട്. കർത്താവെ, അവിടെ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കാം. COVID-19 എന്ന രോഗബാധയുടെ മുന്നിൽ ഭീതിയോടെ നമ്മുടെ സമൂഹം നിൽക്കുന്ന ഈ ദിവസങ്ങളിൽ സൗഖ്യമാക്കുന്ന ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവം എല്ലാത്തിനും മതിയായവനാണെന്ന് ഉറപ്പോടെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അധരങ്ങൾ തുറന്ന് കർത്താവിനെ സ്തുതിക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. മരുഭൂയാത്രയതി കഠിനം, പ്രതികൂലങ്ങളാനുനിമിഷം. പകൽ മേഘസ്തംഭം രാത്രിയഗ്നിത്തുണ എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രിയഗ്നിത്തുണ എന്നെ അനുദിനം വഴി നടത്തും. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ അവിടുത്തെ ആത്മാവിൻ്റെ കൃപ ഞങ്ങളിൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും ഭവനങ്ങളിൽ തങ്ങളുടെ പ്രവർത്തന മേഖലകളൊക്കെ ആയിരുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരുടെ മേലും കർത്താവെ, അവിടുത്തെ സഹായവും അവിടുത്തെ സാന്നിധ്യവും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ എല്ലാ മക്കളുടെ ജീവിതത്തിൽ അവിടെ ദാനമായി നൽകണമേ. കർത്താവെ, എല്ലാ കുഞ്ഞുങ്ങളെയും അവിടെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ ജ്ഞാനത്തോടെ വളരാനായിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരെ അവിടെ അനുഗ്രഹിക്കണമേ. യൗവനകാലത്തിൽ ദൈവത്തെ നോക്കി ജീവിച്ചവരെ സ്തുതിപ്പാൻ എല്ലാവരെയും അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ പ്രവർത്തന മേഖലയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നേരിടുന്ന തടസ്സങ്ങളുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സഹായം അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗബാധയോ പ്രയാസങ്ങളൊന്നും ആരെയും വരട്ടാതെ വണ്ണം ദൈവത്തിന് മാറ്റമില്ലാത്ത കൃപ എല്ലാ മക്കളുടെ മേലും അവിടെ ദാനമായി നൽകി അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, കർത്താവെ, മാതാപിതാക്കളെ ദൈവത്തിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സഹായം അവിടെ ദാനമായി നൽകണമേ. കർത്താവെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, വളരെ ക്ഷീണത്തോടും പ്രയാസങ്ങളോടും കഴിയുന്നു. നിങ്ങളുടെ ആലയത്തിലെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്. ദൈവത്തിൻ്റെ സഹായവും ശരീരസുഖവും അവിടെ ദാനമായി നൽകണമേ. കർത്താവിൻ്റെ സമാധാനത്തിലും പ്രത്യാശയിലും എല്ലാവരും ബലപ്പെട്ടു വരുവാനും അവിടെ സഹായിക്കണമേ. തങ്ങളുടെ ക്ഷീണവും ഭാരവും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ബലഹീനമായ ജീവിതാനുഭവങ്ങളിൽ കർത്താവെ, അവിടുന്ന് സൗഖ്യം നൽകി ശക്തീകരിക്കണമേ. യേശുവിൻ്റെ സാന്നിധ്യം പ്രിയപ്പെട്ടവർ അനുഭവിക്കുവാനുള്ള കൃപ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആലയത്തിലെ ആരാധന ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ആത്മാവിലും സത്യത്തിലും അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വിശുദ്ധ ദിവസം കർത്താവെ, ഭവനങ്ങളിലായിരുന്ന കുടുംബമായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നവരോ മക്കളുടെ മേലും ഓരോ ഭവനങ്ങളുടെ മേലും ദൈവത്തിന്റെ വലിയ കൃപ അവിടുന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു വസിക്കുന്ന ഭവനങ്ങളായി എല്ലാ ഭവനങ്ങളെയും കൂടുതൽ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവെ, അവിടെ നാഥനായി വസിക്കുന്ന ഭവനങ്ങളായി ഈ നാളുകളിൽ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും രോഗഭീതിയുടെയും മധ്യത്തിൽ കർത്താവെ, ഞങ്ങൾ ദൈവമേ കർത്താവെ വിശ്വാസം മാറിപ്പോകാതെ ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ ഞങ്ങളുടെ മനസ്സുകൾ ഉറപ്പും വിശ്വസ്തതയുമുള്ളതായി കർത്താവിനെ പിന്തുടരുവാനുള്ള കൃപ അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നേരിടുന്ന ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ ഉറപ്പോടും ധൈര്യത്തോടുകൂടെ യേശുവിനെ മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് ജീവിക്കാനുള്ള ധൈര്യവും കൃപകളും എല്ലാ മക്കൾക്കൊണ്ട് ദാനമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡ്-19 ഉയർത്തുന്ന വെല്ലുവിളികളുടെ മുന്നിൽ കർത്താവെ, ഈ പ്രഭാതത്തിൽ പ്രയാസത്തോടെ വേദനയോടെ കഴിയുന്നവരുണ്ട്. രോഗഭീതിയിൽ കഴിയുന്ന രോഗബാധിതരായി കഴിയുന്ന അനേകരുണ്ട്. കർത്താവെ, ദൈവത്തിൽ നിന്നുള്ള സൗഖ്യം അവിടെ ദാനമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദര ശുശ്രൂഷാരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അവിടുന്ന് കാത്തു സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവെ, രോഗം ദൈവമേ പരിപൂർണമായ വിടുതലിന് കാതരമാക്കി അവിടുന്ന് അത്ഭുതകരമായ സൗഖ്യം എല്ലാ പ്രദേശങ്ങളിലും അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എടാളിയതിന് ഓരോ കുടുംബങ്ങളെ അവിടെ കടാക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രദേശത്ത് പ്രത്യേകിച്ച് തൃപ്പാദങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നൽകുന്ന സൗഖ്യം അവിടെ ദാനമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രഭാതത്തിൽ വിവിധ ആവശ്യഭാരങ്ങളോടുകൂടെ ആയിരിക്കുന്നവരുണ്ട്. കർത്താവെ, ഞങ്ങളുടെ ആലയവുമായി ബന്ധപ്പെട്ട് വേർപാടുകളും അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവിടുത്തെ ആശ്വാസവും പ്രത്യാശയും അവിടെ നൽകണമേ. സ്വർഗീയ കൃപകളാൽ അവിടുന്ന് എല്ലാവരെയും കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബാധിതരായി കഴിയുന്നവരുണ്ട്. അവിടുന്ന് സൗഖ്യം നൽകി ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും. ശ്രീ നെൽസൻ എന്ന ലളിതാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലുള്ള സൗഖ്യവും ആശ്വാസവും ആരോഗ്യവും കൊണ്ട് ദാനമായി നൽകണമേ. മറ്റു കർത്താവെ, ക്ഷീണത്തോടും ഭാരത്തോടുമായിരിക്കുന്നവർക്ക് അവിടുന്ന് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആലയത്തിലെ വിദ്യാർത്ഥികളിൽ വിവിധ പരീക്ഷകൾ എഴുതുന്നവരുണ്ട്. കർത്താവിനുള്ള ജ്ഞാനത്തോടെ നല്ല വിജയത്തെ അവിടെ ദാനമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിൽ തങ്ങളുടെ ഉപജീവന പ്രവർത്തനങ്ങളിലൊക്കെ വളരെ പ്രയാസങ്ങളും തടസ്സങ്ങളും നേരിടുന്നവരുണ്ട്. കർത്താവ് നല്ല അത്ഭുതകരമായ കൃപകളും വിടുതലും നൽകി അവിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആലയത്തിലുള്ള ആരാധനകൾ ദൈവങ്ങളിൽ സമർപ്പിക്കുന്ന ആളുകളിൽ കർത്താവെ, ഞങ്ങളെല്ലാവരെയും ആരാധനകളിലൂടെ നടത്തി പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാലയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. അതെല്ലാം പൂർത്തീകരിക്കപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരിക്കൽ കൂടെ ഞങ്ങളെ താഴ്ത്തിയിരിക്കും. ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തിലെ ആവശ്യങ്ങളെ എല്ലാം ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാത്തിനും മതിയായ കർത്താവിന്റെ കൃപ എല്ലാ കുടുംബങ്ങളിലൂടെ ദാനമായി നൽകണമേ. എൻ്റെ ദൈവം നാളും എന്നെ കൈവിടുന്നതിൽ ഉപേക്ഷിക്കുന്നില്ല എന്ന് വിശ്വാസത്തോടെ അനുഭവിച്ചറിഞ്ഞ് മുന്നോട്ട് ജീവിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മാവിന്റെ പരിജ്ഞാനം നിങ്ങളെ ബലപ്പെടുത്തണമേ. ഈ പകൽക്കാലത്തൊടൊന്നും അവിടെ നിങ്ങളോട് കൂടെ ഇരിക്കണമേ. കർത്താവെ, എല്ലാം നിങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രദേശത്ത് ഒരിക്കൽ കൂടുതൽ പാദങ്ങൾ സമർപ്പിക്കുന്നു. രോഗബാധിതരായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സൗഖ്യം നൽകി ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അവിടുന്ന് സ്വീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കിടത്ത ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്ക് മുൻപായിട്ടും നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നും 458 പാട്ട് പാടാം. ഗീതം ഗീതം ജയ ജയ ഗീതം എന്നുള്ള 458 പാട്ട് നമുക്ക് പാടാം. Amen.
ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ വചനത്തിൻ്റെ സാന്നിധ്യം കൃപയും അടിയങ്ങളുടെ ജീവിതം നൽകണമേ. ഞങ്ങളോടുകൂടെ യാത്ര ചെയ്ത് ഞങ്ങളെ ബലപ്പെടുത്തുന്ന സ്വർഗീയ ജ്ഞാനം പകരുന്ന ആത്മാവിൻ്റെ പരിജ്ഞാനത്തെ ഞങ്ങൾക്ക് നൽകണമേ. യേശുവിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ലോകവിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരു പ്രാവശ്യം കൂടെ എല്ലാവരോടും അറിയിക്കുന്നു. ഈ വിശുദ്ധ ദിവസത്തിൽ നമുക്ക് കുറച്ച് പേർക്ക് ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കാനും അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് കുടുംബങ്ങളിലായിരുന്നു അല്ലെങ്കിൽ ഭവനങ്ങളിലായിരുന്നു ആരാധനയിൽ പങ്കുചേരുവാനുള്ള ഒരു അവസരമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നാം ദൈവസന്നിധിയിലുള്ള ആരാധനയുടെ നിമിഷങ്ങളാക്കി നാം മാറ്റുക. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവാലയത്തിൽ ഒരുമിച്ച് കൂടി വരാനായിട്ടും സാധിക്കുന്നില്ല എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സഹായം, ദൈവത്തിൻ്റെ കൂട്ടായ്മ നമ്മുടെ ഭവനങ്ങളിൽ ഓരോ കുടുംബങ്ങളും ഒരുമിച്ചുള്ള പ്രാർത്ഥനകളിൽ നൽകി, ഒരുമിച്ചുള്ള കൂട്ടായ്മകൾ നൽകി ഈ മഹാമാരിയെ, COVID-19 എന്നുള്ള മഹാമാരിയുടെ വിടുതലിന് വേണ്ടി നാം എല്ലാവരും വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക. ഇന്ന് നമുക്ക് ചിന്തയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന വിഷയം ഉയർപ്പിൻ്റെ അനുഭവത്തിലുള്ള കൂട്ടായ്മ രൂപീകരണം എന്നുള്ളതാണ്. ഉയർപ്പിൻ്റെ അനുഭവത്തിലുള്ള കൂട്ടായ്മ രൂപീകരണം എന്ന ചിന്താവിഷയമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ ഇന്ന് വായിച്ച തിരുവചന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വരെയുള്ള തിരുവചന വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് വചനം ധ്യാനിക്കാം. എന്താണ് കൂട്ടായ്മ എന്നുള്ളത്? കൊയിനോനിയ എന്ന പദമാണ് ഗ്രീക്ക് ഭാഷയിൽ കൂട്ടായ്മ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. വേർപെടുത്താൻ സാധിക്കാത്തതായ ഒരു ബന്ധം, ഒരു സുഹൃത്ത് ബന്ധം, അല്ലെങ്കിൽ വേർപെടുത്താൻ സാധിക്കാത്തതായ ഒരുമിച്ചുള്ള ഒരു ജീവിതം എന്ന അർത്ഥത്തിലാണ് കൂട്ടായ്മ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ക്രിസ്തീയ കൂട്ടായ്മ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ അനേകം വ്യക്തികൾ, ഈ ലോകത്തിലെ സകല മനുഷ്യരും ക്രിസ്തുവിൽ വേർപെടുത്താൻ സാധിക്കാത്തതായ ഒരു ആധ്യാത്മികമായ ജീവിതവും ബന്ധവും പുലർത്തുന്നതാണ് കൂട്ടായ്മ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പോടുകൂടെയാണ് ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നത്. ആദിമസഭയുടെ വ്യക്തമായ ഒരു കൂട്ടായ്മ ബന്ധത്തെക്കുറിച്ച് നാം ഇന്ന് വായിച്ച പുതിയ നിയമവേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പറയുന്ന കൂട്ടായ്മയുടെ അനുഭവത്തെ ഒരു വാക്യത്തിലാണ് സംഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 32-ാമത്തെ വാക്യം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോൾ ഇതാണ് കൂട്ടായ്മ എന്നതിൻ്റെ അടിസ്ഥാനം. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. ഒരേപോലെ ചിന്തിക്കുന്നവർ, ഒരേപോലെ സംസാരിക്കുന്നവർ, ഭിന്നതകളില്ലാതിരുന്നവർ ആയിരുന്നു. മാത്രമല്ല അവരുടെ സാമൂഹിക ജീവിതത്തിൽ അവരുടെ എല്ലാവരും പരസ്പരം കൈതാങ്ങിയിരുന്നു. സാമ്പത്തികമായി ഞെരുക്കമുള്ളവർ ആരും അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ബന്ധമാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ വായിച്ച പുതിയ സുവിശേഷ വേദഭാഗത്തിലും യേശു ഉയർത്തെഴുന്നേറ്റ ദിവസം 2 പേര് യെരുശലേമിൽ നിന്നും എമ്മൗസ് എന്ന തങ്ങളുടെ സ്വന്തം ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു. ഇത് ഒരു യാത്രയാണ്. ക്രിസ്തുവിനോടൊപ്പം ഈ യാത്രയിൽ നമുക്കും പങ്കുചേരാം. ഇങ്ങനെ യെരുശലേമിൽ നിന്നും 7 നാഴിക, അതായത് ഇന്നത്തെ കണക്കുകൾ അനുസരിച്ച് 13 കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറിയ ഗ്രാമമാണ് എമ്മൗസ് എന്ന ഗ്രാമം. എമ്മൗസ് എന്ന ഗ്രാമത്തിൽ നിന്നും പെസഹ ആചരിക്കുവാൻ വന്ന വ്യക്തികളാണ് ഇവർ. അതിൽ ഒരാളുടെ പേര് ക്ലയോപ്പാവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
പല ചിന്തകന്മാരും പറയുന്നത് അനുസരിച്ച് കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കാം. ഇങ്ങനെ രണ്ടുപേര് എമ്മൗസിൽ നിന്ന് വളരെ പ്രതീക്ഷയോടുകൂടെ യെരുശലേമിൽ പെസഹ ആചരിക്കാനായിട്ട് വന്നു. എന്നാൽ അവർ പെസഹ ആചരിക്കാൻ വന്നതോടൊപ്പം തന്നെ അവരുടെ മനസ്സിൽ ഇത്തവണ പെസഹ ആചരിക്കുവാൻ വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഒരു രക്ഷകനെ കണ്ടെത്തണമെന്നുള്ള ആഗ്രഹം, യേശുവിനെ കുറിച്ചുള്ള അറിവും വിശ്വാസവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. യേശു എന്ന രക്ഷകൻ തങ്ങളെ വീണ്ടെടുക്കുമെന്ന വളരെ പ്രതീക്ഷയിലാണ് അവർ യെരുശലേമിലേക്ക് വന്നത്. അവര് എല്ലാം മനസ്സിലാക്കി. അവർ ഹോസന്നാ ദിവസം ദൈവത്തെ, യേശുവിനെ രക്ഷകനായി മെസ്സിഹയായിട്ട് അംഗീകരിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ സംഭവിച്ച കർത്താവിൻ്റെ ക്രൂശ് മരണവും പീഡാനുഭവങ്ങളുമെല്ലാം അവർ വളരെ ദുഃഖത്തോടെ, വേദനയോടെ മനസ്സിലാക്കി. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം, രക്ഷയുടെ ഒരു പ്രത്യാശ അവരുടെ മനസ്സിൽ കെട്ടടങ്ങി. യെരുശലേം എന്നുള്ള ആ സ്ഥലം അവിടെ ജീവിതത്തിൽ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുന്ന ഇടമായിട്ട് മാറി. അവർ ചിന്തിച്ചു, മൂന്നാമത്തെ ദിവസമായി, ഞായറാഴ്ചയായി, അപ്പോൾ ചില അവരെ പേടിപ്പെടുത്തുന്ന ചില വാർത്തകളൊക്കെ അവർ മനസ്സിലാക്കി. അതായത് യേശുവിൻ്റെ കല്ലറ തുറന്നിരിക്കുന്നുവെന്നും യേശുവിനെ ചിലരൊക്കെ കണ്ടെന്നും ഇങ്ങനെ വ്യക്തമല്ലാത്ത ചില മറുപടികളും ഒക്കെ അവർ അനുഭവിച്ചു. അവരൊരു കാര്യം തീരുമാനിച്ചു. തങ്ങൾ പ്രതീക്ഷയോടുകൂടെ വന്ന ഈ സ്ഥലത്തിൽ നിന്നും ഞങ്ങളിതാ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് നിരാശയോടുകൂടെ എമ്മൗസ് എന്ന തങ്ങളുടെ സ്വന്തം ഗ്രാമത്തിലേക്ക് നമുക്ക് പോകാം. ഇനി ഒരു മടങ്ങിവരവ് ഇല്ല, ഇനി ഒരു പ്രതീക്ഷയില്ല, ഇനി ഒരു പ്രത്യാശയില്ല. കാരണം തങ്ങളുടെ എല്ലാ പ്രതീക്ഷകളുമായിരുന്നവനെ എല്ലാവരും കൂടെ ക്രൂശിച്ചു എന്ന് അവർ പറഞ്ഞുകൊണ്ടിങ്ങനെ നടക്കുന്നു. ഇവർ രണ്ടുപേരും നടക്കുകയാണ്. പറയുന്ന യാത്രയിൽ, അവരുടെ യാത്രയിൽ അവർ പറയുന്നതെല്ലാം യേശുവിനെ കുറിച്ചാണ്. ഇങ്ങനെ സംസാരിച്ചും തർക്കിച്ചും കൊണ്ട് അവർ നടന്നു പോകുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ കൊണ്ട് അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ അവർ പറയുകയാണ്, നീ മാത്രമാണ് യെരുശലേമിൽ സംഭവിച്ച ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാതിരിക്കുന്നത്, നീ മാത്രമാണ്. ഞങ്ങൾ നസ്രയനായ യേശുവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. യേശു ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് ആ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ ഉയർപ്പിൻ്റെ അനുഭവത്തിൽ രൂപപ്പെടുന്ന സമൂഹത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാമത്തത്, കൂടെ നടന്ന് ജ്ഞാനം നൽകുന്ന യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന സമൂഹം. കൂടെ നടന്ന് ജ്ഞാനം നൽകുന്ന, അറിവ് പകരുന്ന യേശുവിൻ്റെ സാന്നിധ്യം. അപ്പോൾ ഇവർ രണ്ടുപേരോടും ചേർന്ന് യേശു നടന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്. യേശു അവരോട് സംസാരിച്ചപ്പോൾ യേശുവിന് മനസ്സിലായി, ഇവര് കുറച്ച് കാര്യങ്ങൾക്കൊക്കെ അവർക്കറിയാം, യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. എന്നാൽ ഈ അറിവ് അവരുടെ ജീവിതത്തിൽ വിശ്വാസമായി തീർന്നിട്ടില്ല. അവർക്ക് കുറച്ച് അറിവുകളൊക്കെ ഉണ്ട്. എന്നാൽ യേശു അവർക്ക് കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം പകർന്നു നൽകി. അറിവ് എന്ന് പറയുന്നത് വർത്തമാനകാലത്തിൽ മാത്രം അധിഷ്ഠിതമാണ്. അതായത് ഈ കാലഘട്ടത്തിൽ, ഈ ദിവസത്തിലെ കാര്യങ്ങളിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്നതാണ് അറിവ് എന്ന് പറയുന്നത്. എന്നാൽ ജ്ഞാനം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ കാര്യങ്ങളെയും ഇനി വരാനുള്ളതിനെ മുൻകൂട്ടി കണ്ടും കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. യേശുവിനെ കുറിച്ചുള്ള അറിവ് അവർക്കുണ്ടായിരുന്നു. അതായത് യേശു ഇങ്ങനെ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവർ അറിഞ്ഞു. പക്ഷേ യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രവചനത്തെക്കുറിച്ചും ഒക്കെ അവർ അറിഞ്ഞുവെങ്കിലും അവരത് വിശ്വസിച്ചില്ല. യേശു അവരോട് സംസാരിച്ചിട്ട് കർത്താവിനെ കുറിച്ചുള്ള സകല വചനങ്ങളും അവർക്ക് തെളിയിച്ചു കൊടുത്തു. യേശു മരിച്ച് മൂന്നാം നാൾ പുനരുത്ഥാനം ചെയ്യുമെന്നുള്ള ആ ജ്ഞാനം അവരുടെ ജീവിതത്തിൽ നൽകി. നമ്മുടെ എല്ലാവരുടെയും ജീവിതം നിലനിൽക്കുന്നത് കഴിഞ്ഞുപോയ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങളിൽ വേരൂന്നിക്കൊണ്ടും ഈ വർത്തമാനകാലത്തിൽ നാം പ്രാർത്ഥിച്ചുകൊണ്ടും പ്രതീക്ഷകൾ ഭാവി കാലത്തിൽ അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കേണ്ടുന്നത്. ഇങ്ങനെ ഒരു ജീവിതമാണ് യേശു അവർക്ക് നൽകിയത്. അവർ പ്രതീക്ഷയോടുകൂടെ അവർ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന അവരുടെ ജീവിത രീതിയെ യേശുവിൻ്റെ കൃപയാൽ അവർ വീണ്ടെടുത്തു എന്നതാണ് യാഥാർത്ഥ്യം.
യേശുവിൽ രൂപപ്പെടുന്ന, പുനരുത്ഥാനം ചെയ്ത കർത്താവിൽ രൂപപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ജ്ഞാനമുള്ള ഒരു സമൂഹത്തിന്റെ ഉടമകളാണ്. അവർ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഉടമകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മോട് കൂടെ യാത്ര ചെയ്യുന്ന ദൈവസാന്നിധ്യം അത് ഉൽപ്പത്തി പുസ്തകം മുതൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് ഓരോ ദിവസവും വെയിലാറുമ്പോൾ ഏദെൻ തോട്ടത്തിൽ താൻ സൃഷ്ടിച്ചാക്കിയ ആദാമിനോടും ഹവ്വയോടും ഒക്കെ ഒരുമിച്ച് നടക്കാൻ, അവരുടെ കരം പിടിച്ച് നടക്കുവാൻ ആഗ്രഹിച്ച് കടന്നു വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഇപ്പോഴിതാ പുനരുത്ഥാനം ചെയ്ത യേശു അതേപോലെ തൻ്റെ മക്കളുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. ഈ വരവിനൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ പ്രവേശിച്ച പുലർച്ചയിൽ വന്ന ശിഷ്യന്മാരുടെ അടുക്കൽ യേശു വന്ന് അവരെ വിജയകരമായ ജീവിതാനുഭവത്തിലേക്ക് നയിച്ചതുപോലെ ഈ ഒരു പകൽക്കാലം മുഴുവനും നിരാശയോടുകൂടെ ഇങ്ങനെ തങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് നടന്നു പോകുന്ന ആ രണ്ട് മക്കളുടെ അടുക്കലേക്ക് യേശുവും വന്നിട്ട് അവരെയും പ്രത്യാശയുള്ളവരാക്കി മാറ്റുന്നു. ദൈവം ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതാണ്. ആരെല്ലാമാണോ ദൈവസന്നിധിയിൽ നിന്നും ഇങ്ങനെ വേർപെട്ടു പോകുന്നത്, അകന്നു പോകുന്ന യാത്രകളിൽ ഏർപ്പെടുന്നത്, അവരോട് കൂടെ യേശുവിൻ്റെ സാന്നിധ്യം അവർ അനുഭവിക്കുന്നു. അവരുടെ അടുക്കൽ യേശു കടന്നു വരുന്നു. അവരെ അന്വേഷിച്ച് കർത്താവ് കണ്ടെത്തുന്നു. ഇതാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ജ്ഞാനമുള്ളവരായി ജീവിക്കുക, യേശുവിൽ വിശ്വസിക്കുക, ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുക. രണ്ടാമതായിട്ട് ഇവരിങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. വചനങ്ങളെല്ലാം യേശു അവരെ പഠിപ്പിച്ചു. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ കർത്താവ് അവരെ വിളിക്കുന്നത്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിലും വിശ്വസിക്കാത്തത് എന്ത് എന്ന് ചോദിച്ചു. എന്നിട്ട് എല്ലാ തിരുവെഴുത്തുകളും യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. നേരം സന്ധ്യയായും അവർ പ്രഭാതത്തിൽ യാത്ര തിരിച്ചതാണ്. ഇങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റ ദിവസം സ്ത്രീകൾ പറഞ്ഞ കല്ലറ തുറന്നിരിക്കുന്ന വാർത്തകളൊക്കെ കേട്ട് ഭ്രമിച്ചുകൊണ്ട് അവർ യാത്ര തിരിച്ചതാണ്. സന്ധ്യയായപ്പോഴും അവർ ഒരു സ്ഥലത്ത് അവരുടെ ഗ്രാമത്തിൽ എത്തി. അപ്പോഴും കൂടെ തങ്ങളോടുകൂടെ നടന്നു വന്ന് ആരെന്നറിയാത്ത ഈ വ്യക്തി, തങ്ങളോട് ചേർന്ന് നടന്ന് തങ്ങൾക്ക് വചനം പറഞ്ഞു തന്ന ഈ വ്യക്തി മുന്നോട്ട് പോകാനായിട്ടുള്ള ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. രണ്ടാമതായിട്ടും ക്രിസ്തുവിനെ കൂടെ ക്ഷണിക്കുന്നതാണ് പുനരുത്ഥാനം ചെയ്ത യേശുവിൽ രൂപപ്പെടുന്ന സമൂഹത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അവർ വളരെയധികം തളർന്നു. അവർക്ക് വിശ്രമിക്കാനായിട്ടുള്ള സമയമായി. ഈ സമയത്തിൽ തങ്ങൾക്ക് വചനം പറഞ്ഞു തന്ന അല്ലെങ്കിൽ വചനത്തിൻ്റെ കൂട്ടായ്മ അവർ സ്വീകരിക്കുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നേരം സന്ധ്യയാകുമ്പോൾ നമ്മൾ ഒരു ദിവസം നടന്നു വന്ന വഴികളെക്കുറിച്ചൊക്കെ ഓർമ്മിക്കുക പതിവാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുക പതിവാണ്. അവിടെ വചനത്താലുള്ള പ്രകാശം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകണം. വചനത്താലുള്ള പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാനായിട്ടും സാധിക്കുകയുള്ളൂ. ഇവിടെ വചനം പറഞ്ഞു തന്ന യേശുവിനെ അവരെ ക്ഷണിച്ചു. അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. അന്ധകാരം നിറയുന്ന ഒരു സാഹചര്യം, നേരം അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞാൽ ഇരുട്ട് ഈ ഭൂമിയെ വിഴുങ്ങുവാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ, അന്ധകാരത്തിൻ്റെയും തിന്മയുടെയും ശക്തികൾ പ്രബലപ്പെടുന്ന സാഹചര്യത്തിൽ യേശുവിനെ കൂടെ കൂട്ടുന്നതാണ് നമ്മുടെ ജീവിതത്തെ പ്രകാശമുള്ളതാക്കി മാറ്റുന്നത്. ഇന്ന് തിന്മ അല്ലെങ്കിൽ ഇരുട്ട് മനസ്സുകളെ കീഴടക്കുകയാണ്. ഇന്ന് തിന്മ ശക്തികൾ മനുഷ്യരെ അടിമപ്പെടുത്തുകയാണ്. ഈ സാഹചര്യത്തിൽ വെളിച്ചം പകരുന്ന യേശുവിനെയും കർത്താവിൻ്റെ വചനത്തെയും കൂടെ കൂട്ടിയാൽ നേരം അസ്തമിക്കുന്ന അല്ലെങ്കിൽ ഇരുട്ട് വീഴുന്ന സാഹചര്യങ്ങളിൽ, ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളുടെ സാഹചര്യങ്ങളിൽ, ഈ ലോകത്തിൻ്റെ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തുന്ന പരീക്ഷകളുടെ സാഹചര്യത്തിൽ നമുക്ക് ധൈര്യത്തോടെ ജീവിക്കാനായിട്ടും സാധിക്കും. ഈ രണ്ടുപേരും നേരം അസ്തമിപ്പാറായ സന്ധ്യാസമയത്തിൽ അവർ പറയുകയാണ്, ഞങ്ങളോടുകൂടെ പാർക്കുക, നീ പറഞ്ഞ വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഞങ്ങളോടുകൂടെ പാർക്കുക എന്ന് പറഞ്ഞു.
ക്രിസ്തുവിനെ ഓരോ സന്ധ്യാസമയത്തും വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു കുടുംബത്തിൻ്റെ മനോഹരമായ ചിത്രമാണ് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. കുടുംബ പ്രാർത്ഥനകളിലൂടെ യേശു കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഒരുമിച്ച് തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സന്ധ്യയാവുന്ന നിമിഷങ്ങളിൽ വീടുകളെ പ്രകാശമുള്ളതാക്കി തീർക്കുന്ന ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒരു കുടുംബ ചിത്രമാണ് ഈ വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. അവരൊരുമിച്ച് യേശുവിനോടൊപ്പം ഇങ്ങനെ ഭക്ഷണം കഴിക്കുവാനായിട്ട് തുടങ്ങി. യേശു പതിവ് പോലെ അവരുമായി ഭക്ഷണത്തിനിരുന്നു. അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവിടെ കണ്ണ് തുറന്നും അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അപ്പോൾ യേശു വീണ്ടും താൻ ആഹാരമാണ് എന്ന് അവരെ പഠിപ്പിക്കുകയാണ്. അപ്പവീഞ്ഞുകളെ ഒരു മാളിക മുറിയിൽ വെച്ച് നൽകി എടുത്ത് തിരുവത്താഴ ശുശ്രൂഷയിലൂടെ നമ്മെ അനുഗ്രഹിച്ചപ്പോഴും യേശു നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നു. യേശു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മാറിയതും. അതുപോലെ അതേ ഓർമ്മപ്പെടുത്തലാണ് ഈ അത്താഴത്തിൽ അവരോട് പറയുന്നത്. കർത്താവ് അവിടെ കണ്ണുകളെ തുറന്നു. തങ്ങൾ കൊണ്ടുവന്ന അപ്പം ഇങ്ങനെ എടുത്ത് വാഴ്ത്തിയപ്പോൾ അവിടെ കണ്ണുകൾ തുറന്നും യേശുവാണ് എന്ന് അവർക്ക് മനസ്സിലായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ നാം ആഹാരം കഴിക്കുന്ന മേശ, അവിടെ കഴിക്കുന്ന ഓരോ ആഹാരത്തിന് മുന്നിലും നമ്മൾ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയണം. ക്രിസ്തുവിൻ്റെ കൃപ നമ്മൾ അതിലൂടെ മനസ്സിലാക്കണം. ക്രിസ്തു നൽകുന്ന നന്മയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ആഹാരം നുറുക്കപ്പെട്ടപ്പോൾ അതിനെ യേശു സ്പർശിച്ചപ്പോൾ അവിടെ കണ്ണുകൾ തുറക്കുകയും യേശുവാണ് തങ്ങളോട് കൂടെ ആയിരുന്നത് എന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു. നാം കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നതും. ക്രിസ്തുവിനെ നാം ഭക്ഷിക്കുന്നു വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയിലൂടെ. അതുകൊണ്ട് തന്നെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവും നാം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗവുമായി മാറുന്നു. ക്രിസ്തുവിനെ കൂടെ ക്ഷണിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ സന്ധ്യാസമയങ്ങളിലും നമ്മുടെ ആഹാരവേളകളിലുമൊക്കെ ക്രിസ്തുവിൻ്റെ മുഖം കണ്ട് സ്തോത്രത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് ജീവിക്കുക. ഒരു പകലിൻ്റെ അധ്വാനത്തിൻ്റെ നന്മകളാണ് നാം കഴിക്കുന്ന ഓരോ ആഹാരമെന്ന് മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി വിശ്വാസത്തോടുകൂടെ ക്രിസ്തുവിനെ നമ്മൾ കണ്ടെത്തുക. ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ യേശുവാണെന്ന് അവർ അറിഞ്ഞപ്പോഴും അവർ പറയുകയാണ്, ഇനി ഞങ്ങൾക്ക് അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ തമ്മിൽ പറഞ്ഞു. മൂന്നാമതായിട്ടും നിരാശപ്പെട്ട ഇടത്തും തിരികെ ആഘോഷമായി എത്തിക്കുന്നവനാണ് യേശു കർത്താവ്. നാം നിരാശപ്പെട്ട സ്ഥലത്ത്, നാം പരാജയപ്പെട്ട സ്ഥലത്ത് തിരികെ ആഘോഷമായി കൊണ്ടു ചെന്നെത്തിക്കുന്നതാണ് പുനരുത്ഥാനത്തിലെ യേശു. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ 7 നാഴിക ഒരു പ്രഭാതം മുതൽ സന്ധ്യ വരെ നടന്ന് തളർന്ന് എത്തിയപ്പോഴാണ് യേശുവിനെ കണ്ടത്. യേശു പുനരുത്ഥാനം ചെയ്യുന്നുള്ള വിശ്വാസം അവർ മനസ്സിലാക്കിയതും അവരുടനെ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ആകട്ടെ എന്ന് ചിന്തിച്ചില്ല, അല്പം ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് ചിന്തിച്ചില്ല. യെരൂശലേമിൽ അവിടെ പോയി എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ തിരിച്ച് നടക്കുകയാണ്. അവർ നിരാശപ്പെട്ട് യാത്ര ചെയ്ത ഇടമാണ് യെരൂശലേം. അവിടേക്ക് അവർ വളരെ സന്തോഷത്തോടുകൂടെ യാത്ര ചെയ്യുകയാണ്. ഇന്ന് ജീവിതത്തിൽ നിന്നും ഒളിച്ചോടുന്നവരാണ് അനേകരും. ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള പ്രേരണ മനുഷ്യ മനസ്സുകളിൽ നിന്ന് കൂടി വരുന്നുണ്ട്. ലഹരി മരുന്നുകൾ അടിമപ്പെട്ട് തങ്ങളുടെ ദൈനംദിന ജീവിതത്തെയൊക്കെ ഒളിച്ചോട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നും ചിന്തിക്കാതെ ജീവിക്കുന്ന ആത്മഹത്യ, ലഹരി മരുന്നിൻ്റെ അടിമത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ജീവിതത്തിലുള്ള ഒളിച്ചോട്ടത്തെക്കുറിച്ചാണ് ഇന്ന് പലരും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ജീവിതത്തിൻ്റെ പ്രയാസങ്ങളോ പരാജയങ്ങളൊക്കെ ആയിരിക്കാം. എന്നാൽ എവിടെയാണോ പരാജയപ്പെട്ടത്, എവിടെയാണോ തകർന്നു പോയത്, അവിടെ ഈ മക്കൾ യേശുവിനെ കണ്ടപ്പോൾ അവർ തിരിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. അവരവിടെ എത്തി. അവിടെ പോയപ്പോഴും കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റും ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. അപ്പോൾ ക്രിസ്തുവിൽ രൂപപ്പെടുന്ന സമൂഹം എന്ന് പറയുന്നത് ഇതാണ്. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ചേരും. നമുക്കറിയാം, ഏതൊരു പ്രദേശത്തിലാണെങ്കിലും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾ ഒരു സമൂഹത്തിൽ ചിതറപ്പെട്ടവരായി കഴിഞ്ഞാലും അവർ ഒരുമിച്ച് ചേരും. ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ഒരുമിച്ച് ചേർക്കും. ഏത്
പരിചയമില്ലാത്ത പ്രദേശങ്ങളിലായാലും. അങ്ങനെ അവർ തിരിച്ചു വന്നപ്പോൾ അവിടെ പത്രോസ് തുടങ്ങി 11 പേരിരുന്ന് പറയുകയാണ്, ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടു. ഈ 2 പേരും വന്ന് പറയുകയാണ്, ഞങ്ങൾ വഴിയിൽ വെച്ചും ഞങ്ങളുടെ വീട്ടിലും വെച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടു. ഞങ്ങൾ പരാജയപ്പെട്ടിട്ട് നിരാശപ്പെട്ടിട്ട് ഞങ്ങളിതാ സന്തോഷമായിട്ട് വന്നു നിൽക്കുന്നു. ഈ 11 പേര് പിന്നെ 13ആയി. പെന്തക്കോസ്ത് നാളിൽ അത് 3000 പേരായി. ലോകമെമ്പാട് കോടിക്കണക്കിന് വ്യക്തികളായി. എങ്ങനെ സംഭവിച്ചു? യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്നും സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തികൾ ഇത് ഒരുമിച്ച് കൂടിയിരുന്ന് ഇന്നും ഈ ലോകത്തിൻ്റെ അനേകം ഭാഗങ്ങളിൽ നിന്നും, ഇന്നൊരു പക്ഷെ നമ്മുടെ പ്രദേശത്തിൽ ദേവാലയങ്ങളിൽ കുറവാണെങ്കിലും ഭവനങ്ങളിലായി ഉറക്കെ പറയുകയാണ്, യേശു ഇന്നും ജീവിക്കുന്നു. ആ സമൂഹമാണ് പുനരുത്ഥാനം ചെയ്ത് ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ പ്രകീർത്തിക്കുന്നത്. ഇന്ന് ക്രിസ്തു നമ്മെ അനേകം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ, ക്രിസ്തുവിൻ്റെ സമൂഹത്തിൽ പങ്കാളികളായ നാം ഇന്ന് നമ്മുടെ ഈ ലോകത്തിലേക്ക് നോക്കുക. അനേകർ നിരാശരാണ്. അവർക്ക് ഒരു കൂട്ടായ്മ ബന്ധം നൽകുക, അവരോട് സംസാരിക്കുക. ഇന്ന് കൂട്ടായ്മകളൊക്കെ നഷ്ടപ്പെടുകയാണ്. ഒരുമിച്ചുള്ള കൂടിവരവുകളൊക്കെ കുറയുകയാണ്. അനേകരിന്ന് യാത്രക്കാരാണ്. വിജനമായ പ്രദേശങ്ങളിൽ ഒളിച്ചോടുകയാണ് ജീവിതത്തിൽ. അവരോട് നമ്മൾ ഇടപെടുക, അവരെ നമ്മൾ കണ്ടെത്തുക, അവരോട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുക. ഭവനങ്ങളിലെ ആരാധനകൾ ശക്തിപ്പെടട്ടെ. എല്ലാവരും ഈ പ്രതിസന്ധികൾ മാറുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ക്രിസ്തു നമ്മോട് കൂടെ യാത്ര ചെയ്തു, നാം നിരാശപ്പെട്ടെടുത്തു, ആഘോഷത്തോടെ മടങ്ങിയെത്തി ഒരു വലിയ സമൂഹത്തിന് പങ്കാളികളാക്കി മാറ്റുന്നത് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവം. ഇതാകട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതാനുഭവം, നമ്മുടെ സാക്ഷ്യം. അത് നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോഴും സ്തോത്രക്കാഴ്ച സമർപ്പിക്കുന്ന സമയമാണ്. വേറൊരു പാട്ട് പാടുമ്പോഴും മുന്നോട്ട് വന്ന് സ്തോത്രക്കാഴ്ച സമർപ്പിക്കാവുന്നതാണ്.
ഇന്നേ ദിവസം സ്വന്തക്കാഴ്ച ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേക സ്വന്തക്കാഴ്ച സമർപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ ഷെറീനാറാണ്. സന്തോഷ പഠന സഹായം സമർപ്പിച്ചിരിക്കുന്ന എല്ലാ കാണികളും ദൈവത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമായ പിതാവേ, ഈ വിശുദ്ധ ദിവസം ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ കാണികളോട് സ്വീകരിക്കണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുന്നതിന്റെ ദൈവങ്ങളുടെ സമർപ്പണ അടയാളമായി ഈ കാണികളോട് സ്വീകരിക്കണമേ. പ്രത്യേക സമർപ്പിച്ചിരിക്കുന്ന വേദാസത്തിൽ പ്രാർത്ഥിക്കുന്നു. പുറപ്പെടുത്തേക്കുള്ള പ്രവർത്തനങ്ങൾ അനുഭവിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ കുടുംബമായിട്ട് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ പേരിൽ പറയണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. സഭയുടെ കാര്യങ്ങൾ പറയുകയാണ്. ഈ ആഴ്ച ജന്മദിനാഘോഷങ്ങളുടെ പേരുകൾ വായിക്കുന്നു. മധു മനീഷ് ഭവൻ, റോബർട്ട് സുബിൻ നിവാസ് സഭയുടെ ജന്മദിനാശംസകൾ അറിയിക്കുന്നു. ഈ ആഴ്ച വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ ശ്രീ റോബിൻ ജി കൃഷ്ണപ്രധാനൻ, ശ്രീമതി സിജി പ്രഭ സാമ്പുടെ കുടുംബത്തിൽ സഭയുടെ വിവാഹവാർഷിക ആശംസകൾ അറിയിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേക കാണിക്കൽ സ്വീകരിച്ചതിൽ 2100 രൂപ ലഭിക്കുന്നുണ്ടായിരുന്നത് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ സഹായമായ സിദ്ധിയുടെ പഠന സഹായമായ 12,000 രൂപ ഉൾപ്പെടെ നൽകാനായിട്ട് തീരുമാനിച്ച സഹായം ഓർമ്മിക്കുകയും പ്രത്യേക സംഭാവന നൽകി അത് സഹകരിക്കുന്നതുമായിട്ട് അറിയിക്കുന്നു. ഈ നാളുകളിൽ നമ്മുടെ ദേശത്തിൽ വ്യാപിക്കുന്ന COVID-19 എന്ന രോഗബാധയുള്ള വിടുതലിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും കുടുംബങ്ങളായ ദൈവത്തോട് വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്ത ദൈവം ഈ ആരാധന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദപരമായിട്ട് എഴുന്നേറ്റെടുക്കാൻ പ്രാർത്ഥിച്ചു. ആശീർവാദത്തോടെ ഈ ആരാധന പ്രോത്സാഹിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ സ്വർഗ്ഗ പിതാവേ, ഈ ഞായറാഴ്ച ദിവസത്തിൽ ഞങ്ങൾക്ക് പ്രഭാതത്തിൽ അങ്ങേ സ്തുതിപ്പാൻ ലഭിച്ച അവസരത്തിനായി സ്തോത്രം. ഇന്ന് കർത്താവെ, ഭവനങ്ങളിലായിരുന്നും ഈ ആരാധന പങ്കുചേരുന്നവരുണ്ട്, ഈ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന കർത്താവെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, രോഗങ്ങളെ പ്രയാസങ്ങളെ അരയലട്ടാതെ കാത്തുകൊണ്ട് ഈ പുതിയ ആഴ്ച ഞങ്ങളുടെ ജീവിതത്തിലും സ്വർഗീയ നന്മകളുടെ നിമിഷങ്ങളാക്കി തീർക്കണമേ. ആരാധന പങ്കുചേർന്നിരിക്കുന്നവരെ അനുഗ്രഹിച്ച് അയക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സംസർഗവും കൂട്ടായ്മയും എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.